ഈ ചർച്ചയിൽ ഒരുപാട് ബഹളമാകുന്നു എന്നൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. വാസ്തവത്തില് ഈ ബഹളം ഉണ്ടാക്കിപ്പിക്കുന്ന അവതാരകന്മാരെ അന്നല്ലേ? കാരണം അവർക്ക് റേറ്റിംഗ് കൂടുതൽ കേറാൻ വേണ്ടി അല്ലേ? ബോധപൂർവ. അപ്പൊ അതിനകത്ത് പാവങ്ങൾ ഞങ്ങൾ വിട്ടുപോകും അല്ലേ? അല്ല, ഈ അവതാരക രഹസ്യമായിട്ട് പറയൊന്ന് കത്തിച്ചേക്കണം. അല്ല, അവരുടെ ഉള്ളിലുള്ള ഒരു താല്പര്യമാണ്. അതുകൊണ്ടെന്ന് വെച്ചാൽ പ്രകോപിപ്പിക്കും. അപ്പം ഈ പ്രകോപനത്തിൽ പെടും. മനുഷ്യനല്ലേ? അപ്പം പ്രകോപനം വരുന്ന സമയത്ത് പ്രകോപനത്തിൽ പെടുമ്പോ സ്വാഭാവികമായിട്ടും അപ്പുറത്തിരിക്കുന്ന ആളെയും ഇപ്പുറത്തിരിക്കുന്ന ആളെയും ഒക്കെ അങ്ങടെയും കൂടെ ഒക്കെ പറയും. അങ്ങനെ പ്രകോപനം വന്നിട്ട് നമ്മൾ ആക്രമിച്ച് കയറിയിട്ട് ഒരു ശത്രു നിലംപരിശായി പിന്നീട് ആലോചിച്ചത് വേണ്ടായിരുന്നു തോന്നിട്ട് പിന്നീട് വിളിച്ച് സംസാരിച്ച കേസ് ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കയറി അലമ്പണ്ടാക്കാറില്ല. ഇപ്പോ നമ്മുടെ സുനിൽകുമാർ, ഞാൻ ചില ക്ലിപ്പിംഗ്സ് ഒക്കെ ഇട്ട് കൊടുക്കുക. അല്ല, അങ്ങനെ നോക്കിയാല് ഈ ഇരിക്കുന്നവരിൽ ആരും അങ്ങനെ സൗമ്യരായിട്ടിരിക്കുന്ന ആളാളാത്തവരില്ല. അല്ല, ഞാനും സുനിൽകുമാറും തമ്മില് വളരെ ശക്തമായി എതിർത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, എതിർപ്പുകൾ നമ്മുടെ വാദങ്ങൾ നമ്മൾ ഉന്നയിക്കുമ്പോൾ ചില ആളുകൾ സൗമ്യമായി ഉന്നയിക്കും. അപ്പൊ ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളാണ്. അപ്പൊ ആരും പക്ഷേ ഒരു കാരണവശാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കഴിഞ്ഞാൽ, ഡിബേറ്റ് കഴിഞ്ഞാൽ വളരെ സൗഹൃദപരമായ സമീപനമാണ്. ഇനി ഇതൊന്നും അല്ലാത്ത വേറൊരു വിഷയമുണ്ട്. നമ്മളിതൊന്നും പറയാണ്ടിരുന്നു വിചാരിക്കുക, ഈ ചർച്ച കഴിഞ്ഞ വെളിയിലേക്ക് ചെല്ലുമ്പോൾ വേറെ വരും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. താൻ എന്തോ നോക്കിട്ടാ നിങ്ങളത് പറയണ്ടേ, ഇത് പറയണ്ടേ, ഇതൊക്കെ എല്ലാവരുടെ അനുഭവമാണ്. നമ്മളങ്ങനെ ഉണ്ടായിരിക്കാൻ പാടില്ല. അല്ല സുല്ലേ, ഒരിക്കൽ എന്നെ വീട്ടിലാക്കി കളഞ്ഞു. ഞാനൊരു എൻകൗണ്ടർ ചർച്ച നിൽക്കുമായിരുന്നു. ഗോപാലകൃഷ്ണൻ എന്തോ പരിപാടി പറഞ്ഞു, ആൾക്കാർ കൊള്ളത്തക്കോലെ എന്താ പറഞ്ഞിട്ട് പറയാ, ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് ഈ സാറാന്ന്. ഞാൻ ശരിക്കും വീട്ടില. പിന്നെ ഞാൻ പറഞ്ഞു, ഗോപാലകൃഷ്ണൻ ഞാൻ ഇത് പഠിപ്പിച്ചിട്ടില്ല. പഠിപ്പിച്ചിട്ടുണ്ടോ ഭാഷ ശരിക്കും? പിന്നെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു അത് ഞാൻ പഠിപ്പിച്ചല്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.